നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വെറും പ്ലസ് ഓർ മൈനസ് അല്ല, ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ, നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് നല്ല നല്ല വാർത്തകൾ എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ വിഷൻ ചാനൽ. ഇന്ന് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ശരിക്കും നല്ല തിരക്കാണ് ഇന്ന് ഈ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് സ്ഥലത്തുനിന്ന് ഇന്ന് ആക്ച്വലി ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ വെജിറ്റബിളിനൊക്കെ ഒരുപാട് ഓഫറുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നല്ല കളർഫുള്ളാണ്, ഒരുപാട് പേരുണ്ട്, നല്ല എന്താ പറയുക റഷായിട്ട് തോന്നുന്നൊരു ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അതിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്ലസ് ഓർ മൈനസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അറിയാം, ഒരു ചെറിയ നിമിഷം, ഒരു 5 മിനിറ്റ് കൊണ്ട് എത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. അതെല്ലാ പ്രേക്ഷകർക്കും അറിയുന്നതാണ്. അപ്പോൾ ഒരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ടീം ഇവിടെയാണ്. നമസ്കാരം, എന്തെല്ലാം വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഫുൾ ടൈം ചിരിയാണ് എല്ലാവരും, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, പേരെന്താണ് കൂട്ടുകാരൻ്റെ? വിധുരാജ്. എവിടെ സ്ഥലം? എവിടെയാണ്? ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നേക്കാം. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എടുത്തോ? എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്താ ചെയ്യുന്നത് വിധുരാജ്? ഡിഗ്രി പഠിക്കുന്നത്. എവിടെ പഠിക്കുന്നത്? നമസ്കാരം, പേരെന്താണ്? ഗസാരി. കോപ്പുറത്ത് തന്നെയാണോ? എന്താ ഫംഗ്ഷൻ എന്താ നടക്കുന്നത് നാട്ടില്? ഒരു കല്യാണം ഉണ്ടല്ലേ? എന്ത് ചെയ്യുന്നു ഗസാരി? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. എന്തായിരുന്നു? പ്ലസ് ടു കഴിഞ്ഞതാ? എവിടുന്നായിരുന്നു കഴിഞ്ഞത്? മാട്ടൂരിലാണ്. ഓക്കെ. ഇപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടെക്നിക്കൽ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? ചെയ്യാൻ പോകുന്നു. ശരി, എത്ര മണിക്ക് വന്നു ഇവിടെ മാളിലേക്ക്? ഒരു 3 ആ സമയത്ത്. ശരിക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ടോ പൊതുവെ ഈ ദിവസം? അങ്ങനെയൊന്നുമില്ല. ഇല്ല, പെട്ടെന്ന് തന്നെ ടീമൊക്കെ ആയിട്ട് പോകാറുണ്ടോ? യാത്രകളൊക്കെ പോകാറുണ്ടോ? ക്ലബ്ബുണ്ട്, ഒരുപാട് ക്ലബ്ബുള്ള സ്ഥലമല്ലേ കോപ്പുറം ഭാഗമൊക്കെ. ക്ലബ്ബിലൊക്കെ മെമ്പേഴ്സ് ഉള്ള ആൾക്കാർ തന്നെയാണോ? അപ്പോൾ ശരിക്കും ഫുട്ബോളിന്റെ ക്ലബ്ബൊക്കെയാണോ? ഏതാ ടീം? ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടീം ഏതാണ്? ഫുട്ബോളാ? വേൾഡ് കപ്പ് ഒക്കെ ബ്രസീലാണ്. പോർച്ചുഗൽ. കട്ടൗട്ടറൊക്കെ പൊങ്ങിയ അവിടെ. ഫുട്ബോൾ പ്രേമികൾ ഒരുപാടുള്ള സ്ഥലമാണ് ഈ ചെറുകുന്ന് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം കേട്ടോ. ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിൻ്റെ പേര് പ്ലസ് ഓർ മൈനസ് എന്നാണ്. ഒരു ചെറിയ നിശ്ചിത സമയം കൊണ്ട് എത്ര സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗെയിമിൻ്റെ ഒരു പൊരുൾ. 2 ട്രോളി നിങ്ങൾക്ക് ഒരാൾക്ക് തരും. നിങ്ങൾക്ക് 5 മിനിറ്റ് സമയമുണ്ട്. ഈ ട്രോളിയും കൊണ്ട് നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. വലിയ സാധനങ്ങളല്ല, കുഞ്ഞു സാധനങ്ങൾ. ഓക്കെ, പക്ഷെ എന്താ സംബന്ധിച്ചാൽ രണ്ടാളും സെയിം പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഗെയിമൊന്നും ഔട്ടാവും. ഓക്കെ, ബാക്കി വരുന്ന സാധനങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കൗണ്ടറുണ്ട് ഇവിടെ. ഈ കൗണ്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ നിങ്ങൾ 2 പേരും എടുത്തിരിക്കുന്ന സാധനങ്ങളുടെ MRP ടോട്ടൽ റേറ്റ് കൂട്ടി നോക്കും. ആ റേറ്റും ഞങ്ങളൊരു ഗ്ലാസ് ബോക്സിൽ റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂട്ടി നോക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഗംഭീര സമ്മാനമുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ചുമ്മാ മത്സരിക്കാം. ഇപ്പോൾ പർച്ചേസിങ് കഴിഞ്ഞല്ലോ, ഇനി കുറച്ച് സമയം കൂടി അല്ലേ? ഇനി നേരെ നാട്ടിലേക്കല്ലേ പോണേ? ശരി, അപ്പോൾ ഇവർ 2 പേരും മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അപ്പോൾ 2 പേർക്കുള്ള ട്രോളി റെഡിയാണ്. ട്രോളി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ക്യാമറ ടീം അംഗങ്ങൾ നിങ്ങളുടെ കൂടെ വരും. 5 മിനിറ്റ് സമയമാകുമ്പോൾ അവർ സ്റ്റോപ്പ് പറയും. അപ്പോൾ നമ്മൾ കൗണ്ടറിലേക്ക് വന്നാൽ മതി. ഓക്കെ, തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ ഇവർക്കുള്ള ട്രോളി നമുക്ക് കൈമാറാം. 5 മിനിറ്റ് സമയം കൊടുക്കാൻ പോവാണ്. 2 ട്രോളിയൊക്കെ റെഡിയാണ്. അപ്പോൾ ഇവർക്കുള്ള ഗ്ലാസ് ബോക്സിലുള്ള റേറ്റ് എന്ന് പറയുന്നത് അത് ഞങ്ങൾക്കും അറിയത്തില്ല. ഇതിലാണ് റേറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. ഗ്രീൻസിൻ്റെ ടീമാണ് ഇതിൽ റേറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ എത്രയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു ഏതാണ്ട് നമ്മൾ നാടൻ ഭാഷ ഒരു സുമാർ നോക്കി റേറ്റ് നോക്കി എടുക്കുക. വലിയ പ്രൊഡക്റ്റുകൾ എടുക്കരുത്, കുട്ടി പ്രൊഡക്റ്റ് എടുക്കുക. ചിലപ്പോൾ നിങ്ങൾ വലിയ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചിലപ്പോൾ ഇവർ എഴുതി വെച്ചിരിക്കുന്നതിനേക്കാളും റേറ്റിന് മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് കുഞ്ഞു പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ തുടങ്ങാം. ഓക്കെ, നല്ല സാവധാനം പോയാൽ മതി. 5 മിനിറ്റ് സമയമുണ്ട്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. 5 4 3 2
1-0. ഇവിടെ മുന്നേ പർച്ചേസിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രീൻസിൽ മുന്നേ പർച്ചേസിങ്ങിനൊക്കെ വരാം. ഇവിടെ അങ്ങനെ പർച്ചേസിനും വരുന്നില്ല. ഇല്ല, ഫസ്റ്റ് ടൈം വരുന്നത്. ശരി, അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഇവർ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഇതൊക്കെയാണ്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. ആദ്യം ഓരോരോ ആൾക്കാരുടെ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ MRP റേറ്റ് കൂട്ടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ കൂട്ടുകാരൻ കൂട്ടുകാരൻ അക്കൗണ്ടിലേക്ക് പോകാം. മോനോട് നിൽക്കും കേട്ടോ, 2 മിനിറ്റ്. $7,546, 7,328 അല്ലേ? 7,328 രൂപയുടെ അല്ലടാ, 7,328 രൂപയുടെ സാധനമാണ് ഗസാലി. കുറച്ചേ ഉള്ളൂ, പക്ഷേ അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്തിട്ട്. ഇത് നമ്മുടെ കൂട്ടുകാരൻ വാമനെ വരൂ. 7,328 രൂപയുടെ സാധനമാണ് കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ആളുടെ പർച്ചേസിങ് റേറ്റ് എത്ര നമുക്ക് നോക്കാം. ഇതേതാണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് പെട്ടി വിളിക്കില്ലേ, ആ ഒരു ഫീൽ കിട്ടുന്നില്ല മൊത്തത്തിൽ. ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ സെയിം ഉണ്ടോ? എന്നാൽ പിന്നെ ഔട്ടാക്കാം. ഇതേതാ നമ്മുടെ ചെറുകുന്നിലുള്ള 2 സുഹൃത്തുക്കളും കൂടിയിട്ട് 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് മോൻ പറഞ്ഞ്? 13,760 രൂപയുടെ സാധനമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു സെയിം ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അത് ഗെയിമിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ റേറ്റിൽ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ ടീം അംഗങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എടുത്തിരിക്കുന്നത് 13,760 രൂപയുടെ സാധനമാണ് നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല ഗംഭീരമായിട്ടുള്ളൊരു പർച്ചേസിംഗ് ആണ്, ഒരു മോശമില്ല. പക്ഷേ ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റാണ് നമുക്ക് നോക്കേണ്ടത്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കിക്കോളൂ. 6,200 to 6,900 എന്നുള്ള റേറ്റായിരുന്നു ഇവർ ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത്. 6,200 to 6,900, നേരെ ഇരട്ടി അല്ലേ? ഇരട്ടിയുടെ കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ മത്സരിച്ച സന്തോഷം. നമുക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാറി നിന്നല്ലോ, അതിന് വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇവർക്കുള്ള പ്രോത്സാഹന സമ്മാനം, ഇവർക്കുള്ള സ്നേഹ പ്രോത്സാഹന സമ്മാനം കുഴപ്പമില്ല. അപ്പോൾ
ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ല. ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. അതിനുള്ള ഞങ്ങളുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ സ്നേഹ സമ്മാനം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഏത് ടീം ഇപ്രാവശ്യം വേൾഡ് കപ്പ് എടുക്കും? റൊണാൾഡോ അടിക്കും, CR അടിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീമാണ്. പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി വന്നത്. പേരെന്താണ്? സന്ധ്യ. എവിടെ, സ്ഥലം എവിടെയാണ്? കൊട്ടിയൂര്. കൊട്ടിയൂരാണ്. ഓക്കെ. എന്തെങ്കിലും ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ ചേച്ചി? ഇല്ല, ഞാൻ വർക്ക് ചെയ്തില്ല, ഹൗസ് വൈഫ്. വീട്ടിലെ ജോലി തന്നെ ഒരുപാട് ധാരാളം ഉണ്ട്. സീരിയലൊക്കെ കാണാറില്ലേ? ഇല്ല, സീരിയൽ കാണാറില്ല. അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു സംഭവം അതിന് അഡിക്റ്റഡ് അല്ല. ശരി. മോളുടെ പേരെന്താ? ആൻഡ്രിയ. ആൻഡ്രിയ. വീട്ടിൽ നിന്നൊക്കെ എന്ത് വിളിക്കും? കുഞ്ഞുമണി. അത് പിന്നെ ആരാണ് അങ്ങനെ ഒരു പേരിട്ടത്? അമ്മയാണോ അച്ഛനാണോ? അമ്മയാണ് ഇട്ടിരിക്കുന്നത്. അത് ആ പേര് സ്കൂളിൽ ഫേമസ് ആയിട്ടുണ്ടോ? കുഞ്ഞുമണി എന്നുള്ള പേര് അത് ആരാ അവിടെ പറഞ്ഞു കൊടുത്തേ? മോൾ തന്നെയാണോ? അല്ല, അത് വീട്ടിൽ അമ്മ ഒക്കെ PT ഒക്കെ വരുമ്പോൾ വിളിച്ച് കേട്ടു. കുഞ്ഞുമണി അറിയാതെ വിളിച്ചു. എത്രയിലാ പഠിക്കണേ? 8th. പഠിക്കണേ. ഈ സ്കൂളിലാണ്? MGM. എവിടെ? അവിടെ കേളകത്തല്ലേ? ഓക്കെ. നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമല്ലേ? വളരെ പുണ്യമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. ഒരു സീസൺ ടൈം ഒരുപാട് ഭക്തജനങ്ങൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അല്ലേ? മുന്നേ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു മാഡം? ഞാൻ ഫിനാൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കേളകത്ത്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഹസ്ബൻഡ് 2 കുട്ടികളും. ഓക്കെ. അപ്പോൾ ഇന്നിപ്പം ഈ ഗ്രീൻസിലേക്ക് വരാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണോ? അല്ല, ഞങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? കേളകത്ത് AFCയുടെ അതിൻ്റെ ഫ്രാഞ്ചൈസി. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞങ്ങൾ നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ? അപ്പോൾ അതൊരു പരസ്യം കണ്ണൂർ വിഷനിലൂടെ പ്രേക്ഷകർ കേട്ടോളൂ. ഇവരൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്, AFCയുടെ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? എവിടെയാണ്? കൊട്ടിയൂർ അല്ലേ? കേളകത്തല്ലേ? നെക്സ്റ്റ് ഫ്രൈഡേ ആണല്ലേ ഇനോഗ്രേഷൻ. അപ്പോൾ ആ ഭാഗത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്, AFCൻ്റെ തന്നെ. അതല്ലേ? ശരി. വേറെ ഏതെങ്കിലും മീൻസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിലാണ്. അതിന് മുമ്പ് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ എന്താണ് ഈ റെസ്റ്റോറൻറ്റ് മേഖലയിൽ? ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അങ്ങനെ തുടങ്ങി നോക്കാം. അവിടെ അങ്ങനെ ഒരു ഉണ്ടോ വേറെ ഏതെങ്കിലും സ്ഥാപനം? ഇല്ല. ബിസിനസിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ് കേളകം? കുഴപ്പമില്ല, വളർന്നു വരുന്ന ഒരു അതെ ഇപ്പം വികസിച്ച് വരുന്ന ഒരു നാടാണ്. അപ്പം നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് ആയിട്ട് ഒരു പുതിയ സംരംഭം അല്ലേ? എല്ലാവിധ ആശംസകളും വൻ വിജയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ടീം അംഗങ്ങൾ അങ്ങോട്ട് വരുന്നതാണ് ഫ്രീ ആയിട്ട്. പഠിത്തമൊക്കെ നന്നായിട്ട് പോകണം. മോളെ ഏറ്റവും ഇഷ്ടമില്ലാത്ത വിഷയം ഏതാ? മാത്സ്. കണക്കുള്ള തീരെ ശരിയല്ല. എല്ലാ പിള്ളേരോട് ചോദിക്കുമ്പോൾ മാത്സ് ആണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ശരി, ഞങ്ങളെ കാര്യം പറയാം. ഒരു ഗ്രൂപ്പായിട്ട് വന്നു, എല്ലാവരും നോക്കിയും കണ്ടൊക്കെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണം. ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നുന്നു? നല്ല പർച്ചേസിങ് സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് തോന്നുന്നുണ്ടോ? ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കില്ലേ പോകുമ്പോൾ? നിർബന്ധമല്ലേ? ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് പ്ലസ് ഓർ മൈനസ് എന്നാണ്. കണ്ണൂർ വിഷൻ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ്. സമയം എന്താ പറയുക, ഒരുപാട് സമയമുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പർച്ചേസ് ചെയ്യാം. ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് എത്ര പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഗെയിം. ഒരു 5 മിനിറ്റ് സമയമുണ്ട്. 2 ട്രോളി റെഡിയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വലിയ ബിഗ് പ്രോഡക്റ്റ് അല്ല, കുഞ്ഞു സാധനങ്ങളൊക്കെ ചെയ്യാം. 2 പേര് 2 സ്ഥലത്തേക്കാണ് പോകേണ്ടത്. സെയിം പ്രോഡക്റ്റുകൾ എടുത്ത് കഴിഞ്ഞാൽ ഗെയിമിൽ നിന്ന് ഔട്ടാവും. ബാക്കി വരുന്ന MRP റേറ്റ് കൂട്ടി നോക്കിയിട്ട് നമ്മളൊരു ഗ്ലാസ് ബോക്സ് അങ്ങ് ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് ബോക്സിൽ റേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന റേറ്റും നിങ്ങൾ കൊണ്ടുവരുന്ന റേറ്റും അതിൻ്റെ ഒരു പൊരുത്തപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്നതാണെങ്കിൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. ഇനി അല്ല എങ്കിലും പ്രോത്സാഹന സമ്മാനമുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ട്രോളി ഞാൻ തരികയാണ്. 2 പേരും വളരെ ഹാപ്പിയായിട്ട് കൂളായിട്ട് പർച്ചേസ് ചെയ്യാൻ മതി. റേറ്റ് നോക്കിയിട്ട്, കാരണം ബിഗ് പ്രോഡക്റ്റ് എടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതിലിരിക്കുന്ന റേറ്റ് എത്രയാണ് നമുക്കറിയത്തില്ല. ഒറ്റയെടുക്ക് എടുക്കുന്നത് ചിലപ്പോൾ ഒരു 3000-ൻ്റെ ഒക്കെ സാധനം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം 2 പേരും ഉള്ള പ്രൊഡക്റ്റിൻ്റെ റേറ്റാണ് ടോട്ടലാണ് കൂട്ടുക. ചിലപ്പം 10 മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഗെയിമിന് ഔട്ട് ആകേണ്ടി വരും. അതുകൊണ്ട് കുഞ്ഞു പ്രൊഡക്റ്റുകൾ നോക്കി എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇവർക്കുള്ള ട്രോളി റെഡിയാണ്. ഇതിലാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ എൻവലപ്പിൻ്റെ ഉള്ളിലാണ് റേറ്റ് ഉള്ളത്. ഇത് എത്രയാണെന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഗ്രീൻസിലവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഒരു റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെറുതായിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. 5, 4, 3, 2, 1, 0. മെല്ലെ പോയാൽ മതി. 5 മിനിറ്റ് സമയമുണ്ട്. ഓക്കെ. മോള് നേരെ സ്ട്രെയിറ്റ് പോവാം. ചേച്ചി ഇവിടുന്ന് സെക്കൻഡ് റോ വഴി ഉള്ളോട്ട് പോവാം. ഓക്കെ. ലാസ്റ്റ് ഇവിടെ എത്താം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഈ 5 മിനിറ്റ് സമയം കൊണ്ട് കേളകത്തെ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ പ്രൊഡക്റ്റ്, കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു പ്രൊഡക്റ്റ് പർച്ചേസിങ് തുടങ്ങിയിട്ട് ഏറ്റവും കുറവ് പ്രൊഡക്റ്റ് നിങ്ങളതാണ് തോന്നുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പക്ഷേ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കാം. ആദ്യം നമുക്ക് മോൾട്ടിയുടെ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് നോക്കാം. വാ മെല്ലനെ, അതിന് ശേഷം ചേച്ചിയുടെ. ഓക്കെ. അപ്പോൾ മോൾട്ടി പർച്ചേസ് ചെയ്തിരിക്കുന്ന 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കൂടുതലും ചോക്ലേറ്റ്, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം. ഇത് കാണുമ്പോൾ തന്നെ കണ്ണിനൊരു സന്തോഷം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇത് ഫുൾ നിറഞ്ഞിട്ടിറക്കിയേ വരിക. കുറവാണ്, കുഴപ്പമില്ല. അതായത് നമ്മുടെ പ്ലസ് ഓർ മൈനസ് ചിത്രീകരണം തുടങ്ങിയിട്ട് ഏറ്റവും കുറവ് പർച്ചേസിങ് റേറ്റിൻ്റെ കുറവ് എത്രയാടാ? 1104 രൂപയുടെ സാധനമാണ് മോള് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി വരൂ. ഇനി ചേച്ചി പർച്ചേസ് 1104 രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി ചേച്ചി പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത് എത്ര മോനെ? 6852 രൂപയുടെ പർച്ചേസിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആ ബോക്സിൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജിങ് ടീം എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഇതിലൊരു റേറ്റ് എഴുതിയിട്ടുണ്ട്, അത് എത്രയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് 6852 ഇതിൽ എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 6852 ഇതിൽ എഴുതിയിരിക്കുന്നത് 6200 to 6900. ഏതാണ്ട് കറക്റ്റ് അല്ലേ? 6200 to 6900 എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്. നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 6852 രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു അറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ക്യാപിറ്റൽ മാളിലെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ച് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂർ വിഷൻ ചാനൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ വിജയികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹ സമ്മാനമുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ ആ ബോക്സിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് കറക്റ്റായിട്ട് എടുത്തിരിക്കുക. സാധാരണ ഈ വിശ്വാസത്തിലൊക്കെ എങ്ങനെയാണ് പൊതുവേ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ജ്യോത്സ്യന്മാരും അതൊക്കെ ബന്ധമായിട്ട് ഒരുപാട് വാർത്തകളൊക്കെ അതിലൊക്കെ ഭയങ്കരമായിട്ട് ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടേതായ രീതിയിൽ വിശ്വസിക്കുന്നു മാത്രമല്ല അല്ലേ? അത് തന്നെയാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് അല്ലേ? പഠനത്തിന്റെ കാര്യത്തിൽ ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. എങ്ങനെയാണ്? താൻ പാതി ദൈവം പാതി എന്നാണോ? അങ്ങനെയാണ്. പഠിത്തത്തിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാ? രാവിലെയാണോ വൈകിട്ടാണോ രാത്രിയാണോ എങ്ങനെയാണ്? പുലർച്ചെ എണീക്കുന്ന സ്വഭാവം ഇല്ല. വീട്ടു ജോലിയൊക്കെ അറിയാവോ? പഠിപ്പിച്ചു കൊടുത്തായിരുന്നോ? അത്യാവശ്യമൊക്കെ അറിയാം. അപ്പൊ ഇവർക്കുള്ള ഞങ്ങളുടെ ഈ ഒരു പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ വിജയികളായ ഇവർക്കുള്ള ഒന്നുകൂടി ചേച്ചിയുടെ പേര് പറ. സന്ധ്യ, ആൻഡ്രിയ. അപ്പൊ ഇവർക്കുള്ള ഞങ്ങളുടെ സ്നേഹ സമ്മാനം നൽകുകയാണ്. വണ്ടി എടുത്തിട്ടില്ലേ വന്നേക്കണേ? വണ്ടി ആക്കൊപ്പം കുഴപ്പമില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന 2 പേർക്കും കൂടിയിട്ട് സമ്മാനം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമാണ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം. അതോടൊപ്പം തന്നെ 2 പേർക്കും ഞങ്ങളുടെ മറ്റൊരു സമ്മാനം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന പ്ലസ് ഓർ മൈനസിൻ്റെ സ്നേഹ സമ്മാനം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ആ ഹോട്ടൽ ഗംഭീര വിജയമാറട്ടെ. നമ്മുടെ ഫേസ് ഒന്നും മറക്കില്ലല്ലോ, ഉറപ്പാണല്ലോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫാമിലി സുഹൃത്തുക്കളൊക്കെ ഈ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യൽ ഓഫേഴ്സ്, വെജിറ്റബിൾക്ക് അതുപോലെ തന്നെ ഫ്രൂട്ട്സിനൊക്കെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉള്ള ഒരു ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം. അതുകൊണ്ട് പിന്നെ ഒരു ഫ്രീ ഡേ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലുള്ള പർച്ചേസിങ് എന്നൊക്കെ പറയുന്നത്. കുട്ടികളൊക്കെ ആയിട്ട് മാതാപിതാക്കളൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇങ്ങനൊരു വലിയൊരു മാളുകളിലൊക്കെ വരിക, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസത്തിലൂടെ കടന്നു പോകുന്നു. വളരെ ഹാപ്പിയായി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പ്ലസ് ഓർ മൈനസിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ.